ദാരുണമായ ഒരു മരണവാർത്ത. തിരുവനന്തപുരത്ത് കോട്ടൂർ കാപ്പുകാടിൽ ആന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് കൊന്നിരിക്കുന്നു. ഉച്ചക്കട സ്വദേശി വിഷ്ണുവാണ് മരിച്ചിരിക്കുന്നത്. ആന പരിപാലന കേന്ദ്രത്തിൽ കുളിപ്പിക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത്. തിരുവനന്തപുരം കോട്ടൂർ കാപ്പുകാടിൽ ആന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് കൊന്നിരിക്കുന്നു. പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് വെള്ളത്തിലേക്ക് അടിച്ചു താഴ്ത്തി. കോട്ടൂർ കാപ്പുകാട് ആന പാർക്കിലാണ് ഈ സംഭവം. അവിടെ ആനയെ കുളിപ്പിക്കുന്നതിനിടെ ഗുരുതരമായ അപകടം നടന്നിരിക്കുന്നു. നെയ്യാർ ഡാം റിസർവോയറിൽ കുളിപ്പിക്കുമ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് പാപ്പാനെ വെള്ളത്തിലേക്ക് അടിച്ച് താഴ്ത്തുകയായിരുന്നു. ബാലരാമപുരം ഉച്ചക്കട സ്വദേശി വിഷ്ണു എന്ന ആനപ്പാപ്പാനാണ് ഈ രീതിയിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 28 വയസ്സായിരുന്നു ബാലരാമപുരം ഉച്ചക്കട സ്വദേശി വിഷ്ണുവിന്. കാലിൻ്റെ അസുഖം മൂലം വിശ്രമത്തിലായിരുന്ന മനു എന്ന പേരുള്ള ആനയുടെ പാപ്പാനാണ് വിഷ്ണു. രാവിലെ 8:30-ക്കാണ് ഈ സംഭവം നടന്നത്. ഇപ്പോഴാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആനയെ കുളിപ്പിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ട് ആന വിഷ്ണുവിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് പാപ്പാന്മാർ ബഹളം വെച്ചു. എങ്കിലും ആന ഉടൻ അവിടെ നിന്ന് പിന്മാറിയില്ല. തുടർന്ന് കൂടുതൽ പാപ്പാന്മാർ സ്ഥലത്തെത്തി ആനയെ മാറ്റിയ ശേഷമാണ് വിഷ്ണുവിനെ വെള്ളത്തിനടിയിൽ നിന്ന് മുങ്ങിത്തപ്പി പുറത്തെടുത്തത്. ഉടൻ തന്നെ വിഷ്ണുവിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് അധികൃതർ സൂചിപ്പിച്ചിട്ടുള്ളത്. കോട്ടൂർ കാപ്പുകാട് ആന പാർക്കിൽ ആന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് വെള്ളത്തിലേക്ക് അടിച്ചു താഴ്ത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു.